ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മലയാളം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഇതുവരെ PSC പരീക്ഷകളിൽ ചോദിച്ച മലയാളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. കുറച്ചധികം ക്വസ്റ്റ്യൻസ്, അതായത് ഈ കുറച്ച് മുമ്പ് നടന്ന പരീക്ഷകളിലുള്ള ക്വസ്റ്റ്യൻസ് ഒരു 5-6 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ തന്നെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCRT ക്ലാസ്സുകളും ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സബ്ജക്റ്റ് വൈസ് ആയിട്ടും ടോപ്പിക് വൈസ് ആയിട്ടും ചെയ്യുന്നുണ്ട്. ഓരോ സബ്ജക്റ്റിൽ നിന്നും ഒരു ടോപ്പിക് എടുത്ത് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഡിഗ്രി പ്രിലിംസിന് സ്റ്റേജ് 2 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നീരദം എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം എന്ത്? നീരദം എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, മേഘം. ഏറ്റവും ശരിയായ വാക്യം ഏത്? ഒരു ദശാബ്ദമായി തുടർന്ന് പോരുന്ന ഈ സമ്പ്രദായം. ഒരു ദശാബ്ദമായി തുടരുന്ന ഈ സമ്പ്രദായം, അതല്ലേ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒരു ദശാബ്ദമായി തുടരുന്ന ഈ സമ്പ്രദായം. നെക്സ്റ്റ്, യുവർ പ്രസൻസ് ഈസ് റിക്വസ്റ്റഡ് അറ്റ് ദ ആനുവൽ ജനറൽ മീറ്റിംഗ്. ഉചിതമായ പരിഭാഷ ഏത്? ആൻസർ ഓപ്ഷൻ ഡി, വാർഷിക പൊതുയോഗത്തിന് നിങ്ങളെ ക്ഷണിക്കുന്നു. വാർഷിക പൊതുയോഗത്തിന് നിങ്ങളെ ക്ഷണിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അലംഘനീയം എന്ന ഒറ്റ പദത്തിൻ്റെ അർത്ഥം എന്ത്? അലംഘനീയം, ലംഘിക്കാനാകാത്ത. ആൻസർ ഓപ്ഷൻ എ, ലംഘിക്കാനാകാത്ത. കൂട്ടത്തിൽ പെടാത്ത ചൊല്ലേത്? ആൻസർ ഓപ്ഷൻ സി, മുതലക്കുഞ്ഞിനെ നീന്തൽ പഠിപ്പിക്കേണ്ട. മുതലക്കുഞ്ഞിനെ നീന്തൽ പഠിപ്പിക്കേണ്ട. ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ സെയിം മീനിങ് ആണ് വരുന്നത്. നോക്കിയേ, എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം. ആഴത്തിൽ ഉഴുതാൽ 10 ആയം നിറയും. പരിശ്രമശാലിക്ക് പർവ്വതവും ഒരു കളിമൺകട്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഖ്യാനഭേദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ആഖ്യാനത്തിൻ്റെ ഭേദം. ആഖ്യാനഭേദം, ആഖ്യാനത്തിൻ്റെ ഭേദം. അമ്പ് എന്ന വാക്കിൻ്റെ സമാനാർത്ഥം ഉൾക്കൊള്ളാത്ത പദമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അമ്പ് എന്ന വാക്കിൻ്റെ സമാനാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? വിഷികം, ആശുകം, തുണീരം എന്നിവയൊക്കെയാണ്. ഇതിൽ സമാനാർത്ഥം ഉൾക്കൊള്ളാത്ത പദം ഏതാണ്? പത്രിയാണ്, പത്രി. മരത്തെ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? മരത്തെ എങ്ങനെയാണ്? മരം പ്ലസ് എ, മരത്തെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. വിദ്വാൻ, വിദ്വാനി എന്ന് പറയുന്നു, അത് തെറ്റാണ്. വിദ്വാൻ അല്ലേ, ഏതാണ്? വിദ്വാൻ വിദൂഷിയല്ലേ. നെക്സ്റ്റ്, ലേഖകൻ എന്നാൽ ലേഖകി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലേഖകൻ എന്താണ്? ലേഖികയാണ്. ഇനി വഞ്ചകൻ വഞ്ചകിയാണ്. യശസ്വി യശസ്വിനിയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. 3, 4 ആണ് ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ്, കൂട്ടത്തിൽ ചേരാത്ത പദം ഏത്? വൈദ്യർ, ഭാഗവതർ, അധ്യാപകർ, ജ്യോത്സ്യർ. ഇതിൽ കൂട്ടത്തിൽ വരാത്തത് ഏതാണ്? അധ്യാപകരാണ് അല്ലേ. ബാക്കിയൊക്കെ എന്താണ്? നമ്മൾ പൂജക ബഹുവചനങ്ങളിൽ പഠിക്കുന്നുണ്ടല്ലോ, അതിൽ വരുന്നതാണ്. ആൻസർ ഓപ്ഷൻ സി ആണ് വരാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെറ്റാമോർഫോസിസ് എന്ന പദത്തിന് നൽകാവുന്ന മലയാള പരിഭാഷ. മെറ്റാമോർഫോസിസ്. ആൻസർ ഓപ്ഷൻ സി, രൂപാന്തരീകരണം. രൂപാന്തരീകരണം, മെറ്റാമോർഫോസിസ്, രൂപാന്തരീകരണം. അഹോരാത്രം പിരിച്ചെഴുതുക. അഹോരാത്രം എങ്ങനെയാണ് എഴുതാം? അഹസ് പ്ലസ് രാത്രം. ആൻസർ ഓപ്ഷൻ ബി ആണ്, അഹസ് പ്ലസ് രാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ പദം കണ്ടെത്തുക. വൈശിഷ്ട്യം. ആൻസർ ഓപ്ഷൻ സി ആണ്, വൈശിഷ്ട്യം. ഈട, വൈശിഷ്ട്യം. മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് എന്ന് അർത്ഥം വരുന്ന പദം. മനസ്സിലാക്കാൻ പ്രയാസമുള്ളത്. ആൻസർ ഓപ്ഷൻ ഡി, ദുർഗ്രഹം. ദുർഗ്രഹം. നെക്സ്റ്റ്, കൽപ്പിതം എന്ന പദത്തിൻ്റെ വിപരീതം. കൽപ്പിതം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? ആൻസർ ഓപ്ഷൻ ബി, വാസ്തവം. മിടുക്കർ എന്നത് ഏത് ബഹുവചനമാണ്? മിടുക്കർ എന്നത് ഏത് ബഹുവചനമാണ്? അലിംഗ ബഹുവചനം. അലിംഗ ബഹുവചനം. ബുദ്ധി എന്ന വാക്കിന് പര്യായപദമല്ലാത്തതേത്? ബുദ്ധി എന്ന പദത്തിന് പര്യായപദം അല്ലാത്തതേത്? ആൻസർ ഓപ്ഷൻ വ്രീഹിയാണ് വരാത്തത്. ബുദ്ധിയുടെ പര്യായ പദങ്ങളാണ് ദിഷണ, മനീഷ, പ്രജ്ഞ. ദിഷണ, മനീഷ, പ്രജ്ഞ. നെക്സ്റ്റ്, കിട്ടാതെ പ്ലസ് ആയി എങ്ങനെ ചേർത്തെഴുതാം? കിട്ടാതെ പ്ലസ് ആയി എങ്ങനെയാണ്? കിട്ടാതെയായി അല്ലേ. ആൻസർ ഓപ്ഷൻ സി ആണ്, കിട്ടാതെയായി. പുല്ലിംഗം അല്ലാത്തത് ഏത്? പുല്ലിംഗം അല്ലാത്തത്
കലമാൻ, മഹാൻ, പ്രേക്ഷകൻ, സൂര്യൻ. ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സൂര്യൻ. ശൈലി കണ്ടെത്തുക. തീയില്ലാതെ പുകയില്ല, സ്വർഗത്തിലെ കട്ടുറുമ്പ്, കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല, വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. ശൈലി ഏതാണ്? സ്വർഗത്തിലെ കട്ടുറുമ്പ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ശരിയായ പദം ഏത്? വൃഷ്ടി, 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 വൃഷ്ടി ഇതാണ് പറയാം. വൃഷ്ടി എന്ന് പറയുമ്പോൾ ഇതാണ്, ഈ ഡായാണ് അല്ലേ, ഇതാണ് വരുന്നത്, ഇതാ വൃഷ്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സമൃദ്ധം എന്ന പദത്തിൻ്റെ വിപരീതം ഏത്? സമൃദ്ധം എന്ന പദത്തിൻ്റെ വിപരീതം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വിവൃതം. വിവൃതം. താഴെ പറയുന്നവയിൽ തെറ്റായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏത്? തെറ്റായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ലേഖകൻ, ലേഖക എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം ലേഖകൻ ലേഖികയാണ്. നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടു അല്ലേ. ഇനി വിദ്വാൻ, വിദൂഷി, അതും രണ്ട് സെയിം ക്വസ്റ്റ്യൻ ഇപ്പോൾ നടന്ന എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. ഡിഗ്രി പ്രിലിംസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്വാൻ, വിദൂഷി, ലേഖകൻ, ലേഖികയാണ്. അതാണ് തെറ്റായിട്ടുള്ളത് അല്ലേ. ഇനി പതി, പത്നി, പതി അല്ലേ, പതി, പത്നി, പിന്നെ മകൻ, മകൾ. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, ഒഴിച്ചുകൂടാനാവാത്തത് ഒറ്റപ്പദം ഏത്? ഒഴിച്ചുകൂടാനാവാത്തത്. ആൻസർ ഓപ്ഷൻ സി, അത്യന്താപേക്ഷിതം. അത്യന്താപേക്ഷിതം. ചേർത്തെഴുതുക. ആ പ്ലസ് ആൾ. ആ പ്ലസ് ആൾ. ആൻസർ ഓപ്ഷൻ ബി, അയാൾ. താഴെ പറയുന്നവയിൽ അലിംഗ ബഹുവചനം അല്ലാത്തത് ഏത്? അലിംഗ ബഹുവചനം അല്ലാത്തത് ഏത്? ഇതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആൺമക്കൾ. പണിക്കർ, ഭാരതീയർ, മക്കൾ എന്നിവയ്ക്ക് എന്താണ്? അലിംഗ ബഹുവചനമാണ്. ശരീരം എന്ന വാക്കിൻ്റെ ശരിയായ പര്യായ പദങ്ങൾ ഉൾക്കൊള്ളുന്ന ജോഡി ഏതാണ്? ശരീരം. ഗാത്രം, മേനി. ഗാത്രം, മേനി ശരിയാണ്. കായം, വപുസ് ശരീരമാണ് അല്ലേ. ആകൃതി, രൂപമൊക്കെ എന്താണ്? ശരീരത്തിൻ്റെ ശരിയായ പര്യായ പദങ്ങളാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, എല്ലാം ശരിയാണ്. ഗാത്രം, മേനി, കായം, വപുസ്, ആകൃതി, രൂപം ശരീരത്തിൻ്റെ പര്യായ പദങ്ങളാണ്. ശരീരത്തിൻ്റെ പര്യായ പദങ്ങൾ ഗാത്രം, മേനി, കായം, വപുസ്, ആകൃതി, രൂപം. നെക്സ്റ്റ്, ചക്രശ്വാസം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ചക്രശ്വാസം വലിക്കുക. ആൻസർ ഓപ്ഷൻ ബി, അത്യധികം വിഷമിക്കുക. പിരിച്ചെഴുതുക. അത്യന്തം. അത്യന്തം അതി പ്ലസ് അല്ലേ വരാ. ആൻസർ ഓപ്ഷൻ സി ആണ്, അതി പ്ലസ് അന്തം. അതി പ്ലസ് അന്തം. പ്രിയാമ്പിൾ ശരിയായ മലയാള പരിഭാഷ ഏത്? പ്രിയാമ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? ആമുഖം. ആമുഖം അല്ലേ, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. പ്രിയാമ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? ആമുഖം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? ശരിയായ പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വിഡ്ഢിത്തം. വിഡ്ഢിത്തം നോക്കിയേ, ഈട ആദ്യം തന്നെ ഈട എഴുതിയിട്ട് വിഡ്ഢിത്തം. വിഡ്ഢിത്തം. ഓക്കെ, മനസ്സിലായില്ലേ വിഡ്ഢിത്തം എങ്ങനെ ഇതാന്ന്? വിഡ്ഢിത്തം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വില്ല് എന്നർത്ഥം വരാത്ത പദം ഏത്? വില്ല് എന്നർത്ഥം വരാത്ത പദം ഏതാണ്? അമ്പ് അല്ലേ, അറിയാവുന്നാവും അല്ലേ. അമ്പ്, വില്ല്. ഓക്കെ, വില്ല് എന്നർത്ഥം വരാത്ത പദം. അപ്പോൾ വില്ലിന് അർത്ഥം വരുന്ന പദങ്ങളാണ് ചാപം, കാർമുഖം, കോദണ്ഡം. ചാപം, കാർമുഖം, കോദണ്ഡം. ഉദാരൻ എന്ന പദത്തിൻ്റെ വിപരീതാർത്ഥമായി വരുന്ന പദം ഏത്? ഉദാരൻ എന്ന പദത്തിൻ്റെ വിപരീതാർത്ഥമായി വരുന്ന പദം ഏത്? ആൻസർ ഓപ്ഷൻ ബി, കൃപണൻ. പെരുമ്പറ എന്ന പദം പിരിച്ചെഴുതുക. പെരുമ്പറ. പെരും പ്ലസ് പറ. പെരും പ്ലസ് പറ, പെരുമ്പറ. കർത്താവ് എന്ന പദത്തിൻ്റെ എതിർലിംഗമായി വരുന്ന പദം ഏത്? കർത്താവ് എന്ന പദത്തിൻ്റെ എതിർലിംഗമായി വരുന്ന പദം കർത്തൃ. കർത്തൃ. കർത്താവ്, കർത്തൃ. താഴെ തന്നിരിക്കുന്നതിൽ ബഹുവചനത്തിന് ഉദാഹരണം. ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? മിടുക്കർ അല്ലേ. മിടുക്കറാണ് ബഹുവചനത്തിന് ഉദാഹരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5, 6 എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക. ഏതാണ്? 5, 6. 5, 6.
വയറ്റത്തടിക്കുക എന്ന ശൈലിയുടെ അർത്ഥത്തെ സൂചിപ്പിക്കാത്ത പ്രയോഗം ഏത്? വയറ്റത്തടിക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. സന്തോഷിപ്പിക്കുക വരുന്നില്ല അല്ലേ. ഗതി മുട്ടിക്കുക, ദുഃഖിപ്പിക്കുക, കഷ്ടപ്പെടുത്തുക ഒക്കെ എന്താണ്? വയറ്റത്തടിക്കുക എന്ന മീനിങ് വരുന്നുണ്ട്. നെക്സ്റ്റ്, പുത്രൻ്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദം ഏത്? പുത്രൻ്റെ ഭാര്യ സ്നുഷ. ടു റൂട്ട് ഔട്ട് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഏത്? ടു റൂട്ട് ഔട്ട്. ആൻസർ ഓപ്ഷൻ സി, ഉന്മൂലനം ചെയ്യുക. ഉന്മൂലനം ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിപരീത പദം എഴുതുക. ശുദ്ധം. ശുദ്ധം ഏതാണ് ആൻസർ വരുന്നത്? അശുദ്ധം അല്ലേ. ശുദ്ധത്തിൻ്റെ വിപരീത പദമാണ് അശുദ്ധം. കൂടിച്ചേരാനുള്ള സ്ഥലം എന്ന് അർത്ഥം വരുന്ന വാക്ക്. കൂടിച്ചേരാനുള്ള സ്ഥലം. ആൻസർ ഓപ്ഷൻ സി, സംഗമവേദി. ചേർത്തെഴുതുക. സത്ത് പ്ലസ് ഭാവം. സത്ത് പ്ലസ് ഭാവം സദ്ഭാവം. ശരിയായ ജോഡി ഏത്? തോഴി ആളി സഖി. അത് തന്നെയാണ് ശരി. തോഴി ആളി സഖി. എതിർലിംഗം എഴുതുക. ലേഖകൻ. വീണ്ടും കണ്ടു അല്ലേ. ആൻസർ ഓപ്ഷൻ ബി ആണ്. ലേഖിക. ലേഖിക. ലേഖിക കേട്ടോ. നെക്സ്റ്റ്, ഒറ്റപ്പദം എഴുതുക. ക്ഷമിക്കാൻ പറ്റാത്തത്. അക്ഷന്തവ്യം. ക്ഷമിക്കാൻ പറ്റാത്തത് അക്ഷന്തവ്യം. പിരിച്ചെഴുതുക. മരങ്ങൾ. മരം പ്ലസ് കൾ. മരം പ്ലസ് കൾ മരങ്ങൾ. ശരിയായ പദം എഴുതുക. അതിഥിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വരാ? അതിഥി അല്ലേ. അതിഥി എന്നാണ് വരാ. ആൻസർ ഓപ്ഷൻ ഡി. വിത്ത് ഗുണം 10 ഗുണം എന്ന ചൊല്ലിനെ യോജിക്കുന്നത് എന്ത്? വിത്ത് ഗുണം 10 ഗുണം ഏതാണ്? പൈതൃകത്തിൻ്റെ ഗുണം മക്കളിൽ ഉണ്ടാകും അല്ലേ. വിത്ത് ഗുണം 10 ഗുണം പൈതൃകത്തിൻ്റെ ഗുണം മക്കളിൽ ഉണ്ടാകും. നെക്സ്റ്റ്, ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത് എന്നതിന് സമാനമായ പഴഞ്ചൊല്ല് ഏത്? ആൻസർ ഓപ്ഷൻ ബി, ആള് കൂടിയാൽ പാമ്പ് ചാകില്ല. ആള് കൂടിയാൽ പാമ്പ് ചാകില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ രൂപം ഏത്? ശരിയായ രൂപം ആൻസർ ഓപ്ഷൻ സി, യഥേഷ്ടം. യഥേഷ്ടം എങ്ങനെയാണ് എഴുതുന്നത്? യഥേഷ്ടം. യഥേഷ്ടം. ഓക്കെ. യഥേഷ്ടം ഇതായണ്ടോ. ഇതായാണ് ചോദിക്കാറ്. അതുപോലെ തന്നെ ഇതായും ശ്രദ്ധിച്ച് വെച്ചിരിക്കണം. യഥേഷ്ടം. പ്രതിരോധം എന്ന വാക്കിൻ്റെ വിപരീത പദം. പ്രതിരോധം എന്താണ്? അനുരോധം അല്ലേ. അനുരോധം എന്താണ്? പ്രതിരോധത്തിൻ്റെ വിപരീത പദമാണ് അനുരോധം. അനുരോധം. ദീപാവലി കളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഏതാണ്? ദുർവ്യയം ചെയ്യുക. ദീപാവലി കളിക്കുക, ദുർവ്യയം ചെയ്യുക. ദുർവ്യയം ചെയ്യുക. റീപ്രേമെൻറ്റ് എന്ന ഇംഗ്ലീഷ് വാക്കിന് തുല്യമായ മലയാള പദം ഏത്? റീപ്രേമെൻറ്റ്. ആൻസർ ഓപ്ഷൻ ഡി, താക്കീത്. അനുചിതം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? അനുചിതം ഉചിതമല്ലാത്തത്. അനുചിതം ഉചിതമല്ലാത്തത്. ആന എന്ന പദത്തിൻ്റെ പര്യായം എന്ത്? ആന എന്ന പദത്തിൻ്റെ പര്യായം വാരണം. വാരണം ആന. മേദിനി എന്ന വാക്കിൻ്റെ അർത്ഥം ഭൂമി. മേദിനി ഭൂമി. താഴെ കൊടുത്തവയിൽ ശരിയായ വാക്യം ഏത്? ആൻസർ ഓപ്ഷൻ സി, നാം കഴിക്കുന്ന ആഹാരത്തിൽ വിഷാംശങ്ങൾ കലരാതെ സൂക്ഷിക്കണം. നാം കഴിക്കുന്ന ആഹാരത്തിൽ വിഷാംശങ്ങൾ കലരാതെ സൂക്ഷിക്കണം. വിദ്യുത് ശക്തി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? വിദ്യുത് ശക്തി. വിദ്യുത് പ്ലസ് ശക്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രതിദിനം എന്ന സമാസ രൂപത്തിൻ്റെ വിഗ്രഹാർത്ഥം എന്ത്? പ്രതിദിനം. ദിനം തോറും. ആൻസർ ഓപ്ഷൻ സി, ദിനം തോറും. പ്രതിദിനം ദിനം തോറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവൻ എന്ന പദം പിരിച്ചെഴുതുക. അവൻ. ആ പ്ലസ് എൻ. ആൻസർ ഓപ്ഷൻ സി, ആ പ്ലസ് എൻ. അതുപോലെ അവളും ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താ വരിക? ആ പ്ലസ് അൾ എന്ന് വരും അല്ലേ. ആ പ്ലസ് അൾ അവളും, ആ പ്ലസ് അൻ അവനും. നെക്സ്റ്റ്, ആദേശസന്ധിക്ക് ഉദാഹരണം ഏതാണ്? ആദേശസന്ധിക്ക് ഉദാഹരണം ഏതാണ്? വിൺ പ്ലസ് സ്ഥലം വിണ്ടലം. വിൺ പ്ലസ് സ്ഥലം വിണ്ടലം. ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർക്കിടൈപ്പ് എന്നതിൻ്റെ മലയാളം. ആർക്കിടൈപ്പ്. ആൻസർ ഓപ്ഷൻ ഡി, ആദിപ്രരൂപം. ആദിപ്രരൂപം. ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത്? ചെല്ലം പെരുത്താൽ ചിതലരിക്കും. ആൻസർ ഓപ്ഷൻ എ, അതിവാത്സല്യം അപകടകാരിയാണ്. ഒറ്റപ്പദം കണ്ടെത്തി എഴുതുക. തിതീർഷ. തിതീർഷ. ആൻസർ ഓപ്ഷൻ ഡി, തരണം ചെയ്യാനുള്ള ഇച്ഛ.
തിതീർഷ തരണം ചെയ്യാനുള്ള ഇച്ഛ. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തതേത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഉഗ്രം അത്യുഗ്രം. ജംഗമം സ്ഥാവരം എന്ന് പറയുന്നത് ശരിയാണ് അല്ലേ. വൃഷ്ടി സമഷ്ടി, അതുപോലെ തന്നെ മണ്ഡനം ഖണ്ഡനമൊക്കെ എന്താണ്, ഓപ്പോസിറ്റ് വേർഡുകളാണ് അല്ലേ. ഉഗ്രം അത്യുഗ്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതാണ് അവിടെ തെറ്റായിട്ട് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുതിരയുടെ പര്യായമല്ലാത്തതേത്? കുതിരയുടെ പര്യായമല്ലാത്തത്. ആൻസർ ഓപ്ഷൻ എ ആണ്, നഗജമാണ് വരാത്തത്. ഹയം, ഘോടകം, പ്രീതി എന്നിവ കുതിരയുടെ പര്യായ പദങ്ങളാണ്. ഹയം, ഘോടകം, പ്രീതി. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. നായകൻ, നായകി. നമുക്കറിയാം നായകൻ എന്താ പറയുക, നമ്മൾ നായിക എന്നല്ലേ പറയാറ്, നായിക എന്നാണ് പറയാറ് അല്ലേ. അപ്പം അതാണ് തെറ്റായിട്ടുള്ളത്. തപസ്സി, തപസ്വിനി ശരിയാണ്. ശ്വശുരൻ, ശ്വശ്രു ശരിയാണ്. ഉപാധ്യായൻ, ഉപാധ്യായി അല്ലേ. ഉപാധ്യായൻ, ഉപാധ്യായി. തപസ്സി, തപസ്വിനി. ശ്വശുരൻ, ശ്വശ്രു. നായകൻ, നായിക. അതുപോലെ തന്നെയാണ് ലേഖകൻ, ലേഖിക. പിന്നെന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? പൂജക ബഹുവചനം. ആൻസർ ഓപ്ഷൻ ബി ആണ്, വൈദ്യർ. കരണീ പ്രസവം എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? കരണീ പ്രസവം. ആൻസർ ഓപ്ഷൻ ഡി, അപൂർവമായ സംഭവം. അപൂർവമായ സംഭവം. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ. പാടവം, അതിർത്തി, പഠിതാവ്. പാടവം, അതിർത്തി, പഠിതാവ് ശരിയാണ്. വ്യവസ്ഥ, സൃഷ്ടാവ്, ഹാർദം അത് തെറ്റാണ്. ശൃംഖല, നിഷ്ഠ, യഥാതഥം അത് ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? 1, 3 അല്ലേ. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. നമ്മൾ എന്താ സൃഷ്ടാവിന് എന്താ പറയാറ്? സൃഷ്ടാവ് എന്നല്ലേ എഴുതാറ്? സൃഷ്ടാവ് എന്നാണ് വരിക കേട്ടോ. അതാണ് അവിടെ തെറ്റായിട്ട് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഹോന്നതം പിരിച്ചെഴുതിയാൽ. മഹോന്നതം. ആൻസർ ഓപ്ഷൻ ഡി, മഹാ പ്ലസ് ഉന്നതം. മഹാ പ്ലസ് ഉന്നതം. ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടായിട്ടും അനന്തുവിനെ വിജയിക്കാനായില്ല. അടിവരയിട്ടിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക. സ്വാധീനം എന്ന് പറയുന്നതിൻ്റെ വിപരീത പദം എന്താണ്? ആൻസർ ഓപ്ഷൻ സി, പരാധീനം എന്നാണ് അല്ലേ. പരാധീനം. മേദിനി എന്ന വാക്കിന് സമാനമായ പദം ഏത്? മേദിനി ഏതാണ്? ഭൂമി. വിലക്കി പ്ലസ് ഇല്ല ചേർത്തെഴുതിയാൽ. വിലക്കി പ്ലസ് ഇല്ല ചേർത്തെഴുതിയാൽ വിലക്കിയില്ല. തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏത്? ജയിൽ മോചനത്തിന് ശേഷം 10 വർഷങ്ങളോളം അയാൾ ജീവിച്ചിരുന്നു. ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 അങ്ങനെ വരില്ല അല്ലേ. ഏകദേശം 10 വർഷങ്ങളോളം. അപ്പോൾ ഏകദേശം ഓളം സെയിം മീനിങ് അല്ലേ. അപ്പോൾ അത് വരുന്നില്ല. ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു. അത് ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നതാണ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ സ്ത്രീലിംഗ ശബ്ദമുള്ളവ കണ്ടെത്തുക. രക്ഷകൻ, രക്ഷിക. ശരിയായിട്ടുള്ള പദം നോക്കി നോക്കി. രക്ഷകൻ, രക്ഷിക ശരിയാണ്. സ്വാമി, സ്വാമിജി എന്ന് പറയുന്നു, അത് തെറ്റാണ് അല്ലേ. പിന്നെ കാന്തൻ, കാന്ത അത് ശരിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 3 ശരിയാണ്. ഒറ്റപ്പദം കണ്ടെത്തുക. കാണുന്നയാൾ. ആൻസർ ഓപ്ഷൻ ഡി, പ്രേക്ഷകൻ. ടെറിറ്റോറിയൽ ഡോമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ പ്രാദേശികാധിപത്യം. ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത്? ആൻസർ ഓപ്ഷൻ സി, ഉണ്ടച്ചോറ്റിൽ കല്ലിടരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റപ്പദമാക്കുക. സുമിത്രയുടെ പുത്രൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, സൗമിത്രി. സൗമിത്രി. നെക്സ്റ്റ്, പര്യായപദം. താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും മാവിൻ്റെ പര്യായപദം എടുത്തെഴുതുക. മാവിൻ്റെ പര്യായപദം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ചൂതം. താഴെ തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗ പ്രത്യയം ഏതാണ്? സ്ത്രീലിംഗ പ്രത്യയം ഏതാണ്? തീയാലേ. വേടത്തി എന്നൊക്കെ പറയില്ലേ, കുറുമ്പത്തി എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ സ്ത്രീലിംഗ പ്രത്യയം ഏതാണ്? തീയാണ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ്, വിപരീത പദം എഴുതുക. ഗൗരവം. ഗൗരവത്തിൻ്റെ വിപരീത പദം ഏതാണ്? ലാഘവം. ആൻസർ ഓപ്ഷൻ ഡി, ലാഘവം. ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും. ആൻസർ ഓപ്ഷൻ ബി, ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
കേട്ടു എന്ന പദം ശരിയായി പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ്? കേൾ പ്ലസ് ടു ആണ് കേട്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കണ്ണടച്ചിരുട്ടാക്കുക എന്ന ശൈലി താഴെ തന്നിരിക്കുന്നവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി, സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക. ആർ എന്നത് ഏത് ബഹുവചന പ്രത്യയമാണ്? ആർ എന്ന് വെച്ചാൽ ഏതാണ്? പൂജക ബഹുവചനം. ആർ എന്ന് വെച്ചാൽ എന്താണ്? പൂജക ബഹുവചനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദുഷ്യന്തന്റെ വെള്ളക്കുതിര ഇന്നലെ വേഗം ഓടി. ഈ വാക്യത്തിലെ ആഖ്യാതം ഏത്? ദുഷ്യന്തന്റെ വെള്ളക്കുതിര ഇന്നലെ വേഗം ഓടി. ഇതിലെ ആഖ്യാതം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഓടി. ഓടി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ആഖ്യാതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി, അതിഥി. അതിഥി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ഏത്? മേദിനി ഭൂമിയുടെ പര്യായ പദമാണ്, നമ്മൾ കണ്ടു അല്ലേ. ഇനി അവനി, ധരണി എന്നിവയൊക്കെ എന്താണ്? ഭൂമിയുടെ പര്യായ പദങ്ങളാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, ജനനിയാണ് പര്യായ പദം അല്ലാത്തത്. നെക്സ്റ്റ്. അങ്കുശം എന്നതിൻ്റെ വിപരീത പദം ഏത്? അങ്കുശം. ആൻസർ ഓപ്ഷൻ ബി ആണ്, നിരങ്കുശം. കൺ പ്ലസ് നീർ ചേർത്തെഴുതുക. ചേർത്തെഴുതിയാൽ എന്താണ്? കണ്ണീർ. നെക്സ്റ്റ്. ശരിയായ വാക്യം ഏത്? രാമനോ കൃഷ്ണനോ അവിടെ പോയില്ല. അപ്പോൾ അത് തെറ്റാണ് അല്ലേ. ഓരോ ആളുകളും മുന്നോട്ട് വരണം. ഓരോ ആളുകളും, എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഓരോ, അപ്പോൾ അതും തെറ്റായിട്ടാണ് വരുന്നത്. നെക്സ്റ്റ്. മറ്റ് ഗത്യന്തരമില്ലാതെ അയാൾ തിരിച്ചടിച്ചു. ഗത്യന്തരമില്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇവിടെ മറ്റെന്ന് പറയുന്ന വാക്കിൻ്റെ ആവശ്യമില്ല, അപ്പോൾ അതും തെറ്റാണ്. മുതിർന്നവരെ നാം ബഹുമാനിക്കണം, അതാണ് അവിടെ ശരിയായ വാക്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രത്യുപകാരം പിരിച്ചെഴുതുക. പ്രത്യുപകാരം എന്ന് പറയുമ്പോൾ ഏതാ വരിക? പ്രതി പ്ലസ് ഉപകാരം. പ്രത്യുപകാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആസ് ദ സീഡ് സോ ദ സ്പ്രോട്ട്. താഴെ കൊടുത്തതിൽ സമാനമായ പരിഭാഷ ഏത്? ആസ് ദ സീഡ് സോ ദ സ്പ്രോട്ട്. ആൻസർ ഓപ്ഷൻ ബി ആണ്, വിതച്ചതേ കൊയ്യൂ. ഈ പദത്തിൻ്റെ സ്ത്രീലിംഗം ഏതാണ്? കവി എന്ന് വെച്ചാൽ ഏതാണ്? കവയിത്രിയാണ് അല്ലേ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, കവയിത്രി. എന്താണ്? കവയിത്രി എന്നാണ് വരിക, കവയിത്രി. നെക്സ്റ്റ്. താഴെ കൊടുത്തവയിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം ഏത്? ആൻസർ ഓപ്ഷൻ സി, ആൺകുട്ടികൾ. നെക്സ്റ്റ്. അറിയാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റപ്പദം എടുത്തെഴുതുക. അറിയാനുള്ള ആഗ്രഹം. ആൻസർ ഓപ്ഷൻ ബി, ജിജ്ഞാസ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ക്ലാസ്. ഇതുപോലെ നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് PYQ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ മലയാളം സലിംഗം അലിംഗം എന്ന് പറയുന്ന ഒരു ഭാഗം അല്ലേ, അപ്പോൾ അതിൻ്റെ PYQ ചെയ്യാം. അതുപോലെ തന്നെ ഓരോ ടോപ്പിക്ക് നമുക്ക് PYQ ചെയ്യാം, അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അജഗര ന്യായം എന്ന ശൈലിയുടെ പൊരുളെന്ത്? ആൻസർ ഓപ്ഷൻ സി, ഒന്നിനും വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് വാക്യശുദ്ധി വരുത്തിയ ഒരു വാക്യം എടുത്തെഴുതുക. ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ഇന്നലെ മുതൽ എന്ന് പറഞ്ഞു അല്ലേ, അപ്പം ഈ നമുക്കറിയാം ആ ഒരു വാക്യം തെറ്റാണ്. ഇന്നലെ പെയ്തു തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ഇന്നലെ മുതൽ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. അപ്പോൾ ഇത് ശരിയായിട്ട് വരുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലേ. ഇന്നലെ പെയ്തു തുടങ്ങിയ മഴ എന്ന് പറയേണ്ട കാര്യം വരുന്നില്ല അല്ലേ. അതുപോലെ തന്നെ മുതൽ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല, അങ്ങനെ രണ്ട് വാക്യം വരുന്നില്ല. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ പദം എടുത്തെഴുതുക. സ്വൈര്യം, സ്വരം, സൈര്യം ഏതാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ചേർത്തെഴുതി ശരിയായ പദം എടുത്തെഴുതുക. ആ പ്ലസ് ഇടം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അവിടം. കം ഇൻ ഹാൻഡി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാള അർത്ഥം എന്ത്? ആൻസർ ഓപ്ഷൻ സി ആണ്, തക്ക സമയത്ത് പ്രയോജനപ്പെടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിരിച്ചെഴുതുക. വിണ്ടലം എന്താണ്? വിൺ പ്ലസ് തലം. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ ശരിയായ അർത്ഥം കണ്ടെത്തുക.
കിഴങ്ങ്, കന്ദരം, കന്താരം. കന്ദരം, കന്താരം. അപ്പോൾ കന്ദരം എന്ന് പറയുന്നത് കിഴങ്ങാണോ, ഗുഹയാണോ, ഹൃദയമാണോ, ഉടമ്പടിയാണോ? അങ്ങനെയാണ്. കന്ദരം എന്താണ് വന്നിരിക്കുന്നത് അല്ലേ? ഏതാ വരാ? ഗുഹയാണ് അല്ലേ? കന്ദരം ഗുഹയാണ്. കന്താരം എന്ന് വെച്ചാൽ എന്താണ്? പേരാൽ. കന്താരം, പേരാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിപരീത പദം എടുത്തെഴുതുക. ഉത്കർഷം. ഉത്കർഷത്തിൻ്റെ വിപരീത പദം എന്താണ്? അപകർഷം. അപകർഷം. താഴെ കൊടുത്തിരിക്കുന്ന വാക്കിൻ്റെ പര്യായ പദം എഴുതുക. ആരാമം. ആരാമം എന്ന് വെച്ചാൽ എന്താണ്? പൂന്തോട്ടം, ഉദ്യാനം. പൂന്തോട്ടം, ഉദ്യാനം. നെക്സ്റ്റ്, അയേണി എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ മലയാള അർത്ഥം എടുത്തെഴുതുക. അയേണി. ആൻസർ ഓപ്ഷൻ സി ആണ്. വിപരീതാർത്ഥ പ്രയോഗം. അയേണി എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ മലയാള അർത്ഥം എന്താണ്? വിപരീതാർത്ഥ പ്രയോഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ പദം ഏത്? ആച്ഛാദനം. ആച്ഛാദനം. ഏതാണ് വരുന്നത് ശരിയായ പദം? ആൻസർ ഓപ്ഷൻ ബി ആണ്. ആച്ഛാദനം. ആച്ഛാദനം. ഒരു ചാട്ടിട്ട് പിന്നെ വീണ്ടും ഇങ്ങനെ. ആച്ഛാദനം. ആച്ഛാദനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ കുതിര എന്നർത്ഥം വരാത്ത പദം ഏത്? കുതിര എപ്പോഴും ചോദിക്കുന്നുണ്ട് അല്ലേ? ഏതാണ് അർത്ഥം വരാത്ത പദമാണ് ചോദിച്ചിരിക്കുന്നത്? കുതിര എന്നർത്ഥം വരുന്ന പദങ്ങൾ ഏതൊക്കെയാണ് തന്നിരിക്കുന്നതിൽ? അർവാവ്, കിങ്കിരം, സപ്തി എന്നിവയൊക്കെ എന്താണ്? കുതിരയുടെ അർത്ഥങ്ങളാണ് അല്ലേ? കുതിരയുടെ അർത്ഥം വരുന്ന പദങ്ങളാണ്. പർവാവ്, കിങ്കിരം, സപ്തിയൊക്കെ എന്താണ്? കുതിരയാണ്. അശ്മകം എന്ന് പറയുന്നതാണ് വരാത്തത്. ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താമസം എന്നതിൻ്റെ നാനാർത്ഥങ്ങൾ. താമസം. ആൻസർ ഓപ്ഷൻ എ ആണ്. പാമ്പ്, മൂങ്ങ, ഇരുട്ട്, തമോ ഗുണം. പാമ്പ്, മൂങ്ങ, ഇരുട്ട്, തമോ ഗുണം. താമസം എന്നതിൻ്റെ നാനാർത്ഥങ്ങൾ എന്തൊക്കെയാണ്? പാമ്പ്, മൂങ്ങ, ഇരുട്ട്, തമോ ഗുണം. നെക്സ്റ്റ്, എതിർലിംഗം എഴുതുക. വിധവ, വിധുരൻ. വിധുരൻ, വിധവ. അജ്ഞന്മാർക്ക് അനുഷ്ഠാന കർമ്മങ്ങളുണ്ടോ? സമാനാർത്ഥം വരുന്ന പഴഞ്ചൊല്ലേത്? അജ്ഞന്മാർക്ക് അനുഷ്ഠാന കർമ്മങ്ങളുണ്ടോ? ആൻസർ ഓപ്ഷൻ ഡി. കാട്ടുകോഴിക്കുണ്ടോ മകരസംക്രാന്തി. കാട്ടുകോഴിക്കുണ്ടോ മകരസംക്രാന്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാപ്പ് കെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? കാപ്പ് കെട്ടുക. ആൻസർ ഓപ്ഷൻ ബി. ഒരുങ്ങുക. കാപ്പ് കെട്ടുക, ഒരുങ്ങുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒറ്റപ്പദം എഴുതുക. എളുപ്പത്തിൽ ചെയ്യാവുന്നത്. എളുപ്പത്തിൽ ചെയ്യാവുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. സുഖരം. 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 സുഖരം ട്ടോ. കരം. സുഖരം. അർത്ഥപൂർണവും യുക്തിസഹവുമായ വാക്യം നിർമ്മിക്കുക. കൂട്ടായ ദാരിദ്ര്യത്തിൽ ഭാരത ജനതയ്ക്ക് അധ്വാനം കൊണ്ടേ കഴിയുകയുള്ളൂ കരകയറാൻ മുങ്ങിയിരിക്കുന്ന. എങ്ങനെയാണ് വരാം? ആൻസർ ഓപ്ഷൻ എ ആണ്. ദാരിദ്ര്യത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാരത ജനതയ്ക്ക് കൂട്ടായ അധ്വാനം കൊണ്ടേ കരകയറാൻ കഴിയുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ വാക്യം ഏത്? സമ്മേളനത്തിൽ ഏകദേശം 500ഓളം പേർ പങ്കെടുത്തു. മഹാകാവ്യങ്ങളൊന്നും എഴുതിയിട്ടില്ലെങ്കിലും മഹാകവി എന്നാണ് കുമാരനാശാൻ അറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. മഹാകാവ്യങ്ങളൊന്നും എഴുതിയിട്ടില്ലെങ്കിലും മഹാകവി എന്നാണ് കുമാരനാശാൻ അറിയപ്പെടുന്നത്. അതാണ് ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നതിൻ്റെ മലയാള പരിഭാഷ. നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്. ആൻസർ ഓപ്ഷൻ ഡി. നിരാക്ഷേപ സാക്ഷ്യപത്രം. നിരാക്ഷേപ സാക്ഷ്യപത്രം. ഒറ്റപ്പദം എഴുതുക. പറയുന്നവൻ, വക്താവ്. താഴെ പറയുന്നതിൽ അതിഥിയുടെ പര്യായം എന്ത്? ആഗന്തുകൻ. ആഗന്തുകൻ. അതിഥിയുടെ പര്യായം എന്താണ്? ആഗന്തുകൻ. ആഗന്തുകൻ. തന്നിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. സഹജം. ആൻസർ ഓപ്ഷൻ സി. ആർജിതം. സഹജം, ആർജിതം. സഹജം, ആർജിതം. ചുവപ്പ് നാട എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ചുവപ്പ് നാട. ആൻസർ ഓപ്ഷൻ എ. അനാവശ്യ കാലതാമസം. അനാവശ്യ കാലതാമസം. നെക്സ്റ്റ്, സമാന പദം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി. ഉദ്യാമത്തിൻ്റെ സമാന പദമാണ് കണ്ടെത്തേണ്ടത്. ഉദ്യാമം, കയർ. ഉദ്യാമം. ഉദ്യാമത്തിൻ്റെയാണ് ഉദ്യാമം, കയർ. നെക്സ്റ്റ്, സ്ത്രീലിംഗ ശബ്ദം എഴുതുക. കവി ഏതാണ്? കവയിത്രി അല്ലേ? കവയിത്രി. കവയിത്രി. ആൻസർ ഓപ്ഷൻ ബി ആണ്. കവയിത്രി. പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത്? ഏതാണ്?
അവർകൾ, വൈദ്യർ, താങ്കളൊക്കെ എന്താണ് പൂജക ബഹുവചനങ്ങളാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേട്ടൻ പര്യായ പദം ഏത്? ചേട്ടൻ, ചേട്ടൻ്റെ പര്യായ പദം എന്താണ്? അഗ്രജൻ, അഗ്രജൻ. അയക്കുന്നവൻ എന്നർത്ഥം വരുന്ന പദം ഏത്? അയക്കുന്നവൻ. ആൻസർ ഓപ്ഷൻ ഡി പ്രേഷകൻ, പ്രേഷകൻ, പ്രേഷകൻ. മൈറ്റ് ഈസ് റൈറ്റ് സമാനമായ മലയാളത്തിലെ ചൊല്ലേത്? മൈറ്റ് ഈസ് റൈറ്റ്. ആൻസർ ഓപ്ഷൻ ബി കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. വിപരീത പദം തെറ്റായ ജോഡി ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് കാമം ക്രോധം. അതാണ് തെറ്റായിട്ട് വരുന്നത്. രാഗം ദ്വേഷം, ഹ്രസ്വം ദീർഘം, അതുപോലെ സഹിതം രഹിതം ഒക്കെ എന്താണ് വിപരീത പദങ്ങളായിട്ടുള്ള ശരിയായ ജോഡികളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂമി സമാനാർത്ഥമുള്ള പദം ഏത്? ഭൂമി. ഏതാണ്? മേദിനി. താഴെ തന്നിരിക്കുന്നതിൽ പൂജക ബഹുവചനം ഏത്? പൂജക ബഹുവചനം. സ്വാമികൾ, ഗുരുക്കൾ, സ്വാമികൾ, ഗുരുക്കൾ. ആൻസർ ഓപ്ഷൻ സി 3ഉം 4ഉം. ആഗമസന്ധിക്ക് ഉദാഹരണം ഏത്? ആഗമസന്ധിക്ക് ഉദാഹരണം തിരുവോണം. ശരിയായ പദം ഏത്? മടയൻ, പീഡനം, ചിലവ്, പിന്നോക്കം. ആൻസർ ഓപ്ഷൻ എ ആണ് മടയൻ. ഏവൾ പിരിച്ചെഴുതുക. ഏവൾ. ആൻസർ ഓപ്ഷൻ സി ആണ് എ പ്ലസ് അൾ, എ പ്ലസ് അൾ. നെക്സ്റ്റ്, നിരൂപകൻ സ്ത്രീലിംഗ പദം ഏത്? നിരൂപകൻ, നിരൂപക, നിരൂപകൻ, നിരൂപക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ്വിത്വസന്ധിക്ക് ഉദാഹരണം അല്ലാത്തവ ഏവ? ദ്വിത്വസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? മഴുവില്ല എന്നൊക്കെയല്ലേ തന്നിരിക്കുന്നത്. നമുക്ക് അതെല്ലാം മഴുവില്ല 800 എങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആൻസർ വരുന്നത് 1ഉം 2ഉം ആണ്. 1ഉം 2ഉം ദ്വിത്വസന്ധിക്ക് ഉദാഹരണമല്ലാത്തത്. 800 എന്ന് പറയുന്നത് ദ്വിത്വസന്ധിക്ക് ഉദാഹരണമാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലാത്തത്. നെക്സ്റ്റ്, ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണങ്ങൾ. കൈക്കാൽ, ആനക്കുതിരകൾ. ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? കൈക്കാൽ, ആനക്കുതിരകൾ. അരയന്നം എന്ന പദത്തിന് പര്യായമായി വരുന്നതേത്? അരയന്നം. ആൻസർ ഓപ്ഷൻ സി 3 മാത്രം. ഹംസമാണ് അരയന്നം. അന്യനാൽ വളർത്തപ്പെട്ടവൾ എന്നർത്ഥം വരുന്ന പദമേത്? അന്യനാൽ വളർത്തപ്പെട്ടവൾ. ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലേ വരുന്നത്? പരധൃത, പരധൃതിയാണ് അന്യനാൽ വളർത്തപ്പെട്ടവൾ. നെക്സ്റ്റ്, പ്രാചീനം എന്ന പദത്തിന് വിപരീത പദം താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. പ്രാചീനം. ആൻസർ ഓപ്ഷൻ എ ആണ് നവീനം. പ്രാചീനം, നവീനം. വിപരീത പദം. നെക്സ്റ്റ്, ഏട്ടിലെ പശു പുല്ല് തിന്നില്ല. ഏട്ടിലെ പശു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? എന്താണ്? പ്രയോജനശൂന്യം. ആൻസർ ഓപ്ഷൻ എ ആണ് പ്രയോജനശൂന്യം. വാഗ്വാദം പിരിച്ചെഴുതുക. വാഗ്വാദം, വാഗ്വാദം. ആൻസർ ഓപ്ഷൻ ബി ആണ് വാക്ക് പ്ലസ് വാദം. വാക്ക് പ്ലസ് വാദം, വാക്ക് പ്ലസ് വാദം, വാഗ്വാദം. ശരിയായ പദം ഏത്? വായനാശീലമാണ് ചോദിച്ചിരിക്കുന്നത്. വായനാശീലം. ഒരു ഷീ ഉള്ളൂ, ഒരു ഷാ ഉള്ളൂ. അതുപോലെ തന്നെ വായന എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനിടയിൽ ഒന്നുമില്ല. വായനാശീലം, വായനശീലം. ഓക്കെ, വായനശീലം. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ആണ് ആൻസർ. നെക്സ്റ്റ്, ശരിയായ വാക്യം ഏത്? വളവും തിരിവും കയറ്റവും ഇറക്കവും ക്ലേശകരവും ശ്രമകരവുമായിരുന്നു. നമുക്ക് ആ വാക്യം വായിക്കുമ്പോൾ തന്നെ അറിയാം അതെന്താണ്, തെറ്റായ വാക്യമാണ് അല്ലേ. വളവും തിരിവും കയറ്റവും ഇറക്കവും ക്ലേശകരമായിരുന്നു, അത് ശരിയാണ്. വളവും തിരിവും കയറ്റവും ഇറക്കവും ശ്രമകരമായ ക്ലേശമായിരുന്നു, അതും തെറ്റാണ് അല്ലേ. ഇവിടെ ശരിയായ വാക്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. നമ്പ്യാർ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം കണ്ടെത്തുക. നമ്പ്യാർ. നമ്പ്യാർ എന്ന് വെച്ചാൽ എന്താണ്? സ്ത്രീലിംഗമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. നമ്പ്യാർ, നമ്പ്യാർ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ എഴുതിയ വാക്യം ഏത്? ശരിയായ എഴുതിയ വാക്യം ശ്രേഷ്ഠം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ശ്രേഷ്ഠമാണ് ശരിയായ വാക്യം. മയിൽ എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തത് ഏത്? മയിൽ എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? കീരമാണ് അല്ലേ വരാത്തത്. ബർഹി, ഷിഗി, കേഗി എന്നിവയൊക്കെ മയിലിൻ്റെ പര്യായ പദങ്ങളാണ്. ബർഹി, ഷിഗി, കേഗി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെറ്റായ അർത്ഥമുള്ള ജോഡി കണ്ടെത്തുക. ഭ്രമരം, വണ്ട്. ഭ്രമരം, വണ്ട് ശരിയാണ്.
നവനീതം പ്രാവ്, അത് തെറ്റാണ്. പരഭൃതം കുയിൽ, ശരിയാണ്. നളിനം താമര, ശരിയാണ്. നെക്സ്റ്റ്, ജഗന്നാഥൻ പിരിച്ചെഴുതിയാൽ. ജഗന്നാഥൻ പിരിച്ചെഴുതിയാൽ ഏതാണ്? ജഗന്നാഥൻ പിരിച്ചെഴുതിയാൽ ജഗത്ത് പ്ലസ് നാഥൻ, ജഗത്ത് പ്ലസ് നാഥൻ. നെക്സ്റ്റ്, കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? കഷ്ടപ്പെടുത്തുക. ഓപ്ഷൻ എ ശതകം ചൊല്ലിക്കുക. ഒറ്റപ്പദം കണ്ടെത്തുക. ന്യായശാസ്ത്രം പഠിച്ചവൻ. ന്യായശാസ്ത്രം പഠിച്ചവൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, നൈയായികൻ. നൈയായികൻ. നെക്സ്റ്റ്, നൃപ പ്ലസ് ഇന്ദ്രൻ ചേർത്തെഴുതിയാൽ. നൃപ പ്ലസ് ഇന്ദ്രൻ ചേർത്തെഴുതിയാൽ ആൻസർ ഓപ്ഷൻ എ ആണ്, നൃപേന്ദ്രൻ. നൃപേന്ദ്രൻ. നെക്സ്റ്റ്, ശരിയായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. ശരിയായിട്ടുള്ളത് ഏതാണ്? ലേഖകൻ ലേഖികയാണ് അല്ലേ? അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, യവനൻ യവനി എന്നാണ് ശരിയായിട്ടുള്ള ജോഡി. യവനൻ യവനി. നെക്സ്റ്റ്, അധോമുഖൻ എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? അധോമുഖൻ. ആൻസർ ഓപ്ഷൻ ഡി, ഉന്മുഖൻ. തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏത്? റോഡിൽ കാണുന്ന സീബ്ര വരകൾ പദയാത്രികർക്ക് വേണ്ടിയുള്ളതാണ്. അതാണ് ശരിയായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി ആണ്. ലേഖകൻ ലേഖിക, സേവകൻ എന്താണ്? സേവികയാണ് അല്ലേ? സേവകൻ സേവിക. ആ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. പിന്നെ സിംഹം സിംഹിണി എന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ എന്താണ്? സിംഹി എന്നും പറയാറുണ്ട്. സിംഹിണി എന്ന് പറയാറുണ്ട്, സിംഹി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉപക്രമം എന്ന പദത്തിൻ്റെ വിപരീതാർത്ഥമായി വരുന്ന പദം. ഉപക്രമം എന്ന പദത്തിൻ്റെ വിപരീതാർത്ഥം. ആൻസർ ഓപ്ഷൻ ഡി, ഉപസംഹാരം. ഉപക്രമം ഉപസംഹാരം. പൂവമ്പ് എന്ന പദം പിരിച്ചെഴുതുക. പൂവമ്പ്. ആൻസർ ഓപ്ഷൻ ബി, പൂ പ്ലസ് അമ്പ്. പൂ പ്ലസ് അമ്പ്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗത്തിന് ഉദാഹരണം ഏത്? സ്ത്രീലിംഗത്തിന് ഉദാഹരണം ഏതാണ്? നങ്ങ്യാർ. മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം ഏത്? മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം ഏത്? തൂലമാണ് വരാത്തത്. ഹിമം, നീഹാരം, തുഗീനം എന്നൊക്കെ മഞ്ഞിൻ്റെ അർത്ഥം വരുന്ന പദങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളവയിൽ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ബഹുവചനത്തിന് ഉദാഹരണം മിടുക്കർ. അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമായി വരുന്ന പ്രയോഗം ഏത്? അമരം പിടിക്കുക. ആൻസർ ഓപ്ഷൻ സി, വഴി കാണിക്കുക. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? ആൻസർ ഓപ്ഷൻ എ, പിപാസു. 10-15 എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക. 10-15. ആൻസർ ഓപ്ഷൻ ബി, 10-15. ടിറ്റ് ഫോർ ടാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഏത്? ടിറ്റ് ഫോർ ടാറ്റ്. ആൻസർ ഓപ്ഷൻ സി, ഉരുളയ്ക്കുപ്പേരി.